പിന്നെ എനിക്ക് 95 തൊട്ട് ഡയറി എഴുതുന്ന ശീലമുണ്ട്. എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എനിക്ക് ഡയറിയിൽ എഴുതുന്നു. ഡയറി ഉണ്ട്, അത്ര ഡയറികളുണ്ട് എൻ്റെ. ഇതെടുത്തൊക്കെ വായിക്കുമ്പോൾ പല സാധനവും വീണ്ടും കിട്ടും. അയ്യോ ആ സാധനം ഇതിനകത്തൊരു കഥ ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഒരു കഥയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഥ കിട്ടും എനിക്ക്. അങ്ങനെ കിട്ടുന്നതാണ്. അതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇപ്പം കഴിഞ്ഞു പോയതിനകത്ത് ഒരു ഇനമുണ്ട്. ഈ നടന്ന സാധനം ഒരു കഥ. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ വരാം. എനിക്ക് ഇവിടുന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും. അത് ഞാൻ ഇപ്പം പറയത്തില്ല, പക്ഷെ എനിക്ക് കിട്ടും. അതാണ് അതിന്റെ രസം. ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുമോ എന്നറിയില്ല. പക്ഷെ മലയാളികളുടെ കപിൽ ശർമ്മ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കോംപ്ലിമെന്റ് ആണോ? അതൊരു കപിൽ വരുന്നതിന് 20 വർഷം മുമ്പ് ഞാനുണ്ട്. പിന്നെ അവൻ വലുതായോണ്ട് ശരിക്ക് ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അല്ലല്ല, ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. അങ്ങനെ